So today we have discussed about operational amplifier internal circuit block diagram. ആ ബ്ലോക്ക് ഡയഗ്രത്തിനകത്ത് നമ്മൾ എന്തൊക്കെയായിരുന്നു കണ്ടത്? ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഇൻപുട്ട് സ്റ്റേജിൽ ഫസ്റ്റ് ബ്ലോക്ക്, അതായത് V1ഉം V2ഉം രണ്ട് ഇൻപുട്ട് നമ്മൾ പറഞ്ഞ പോസിറ്റീവും നെഗറ്റീവും ഇൻപുട്ട് നമ്മുടെ V1ലും V2ലും പോയി നേരെ V1ഉം V2 എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഇൻപുട്ട് സ്റ്റേജിലോട്ട് പോയി. ഇൻപുട്ട് സ്റ്റേജിൽ നിന്നും ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിലോട്ട് പോയി. ഈ ഇൻപുട്ട് സ്റ്റേജിൽ എന്താ വരുന്നതെന്ന് നമ്മൾ പറഞ്ഞത്? ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ആയിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. രണ്ട് ഇൻപുട്ട് വരുന്നതുകൊണ്ട് അതിനെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണെന്ന് നമ്മൾ പറഞ്ഞു. ആ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിലും രണ്ടെണ്ണം വരുന്നുണ്ട്. എഗെയിൻ ഇറ്റ് ഈസ് പ്രൊവൈഡിങ് ടു ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് വിച്ച് ഈസ് അനദർ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. രണ്ട് ഇൻപുട്ട് വരുന്നത് കൊണ്ട് ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിൻ്റെ ഔട്ട്പുട്ട് നേരെ പോകുന്നത് ലെവൽ ഷിഫ്റ്ററിനകത്തോട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ലെവൽ ഷിഫ്റ്ററിനകത്ത് എന്താ നടക്കുന്നത്? ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിനകത്ത് എന്താ നടക്കുന്നത്? ഇൻപുട്ട് സ്റ്റേജിനകത്ത് എന്താ നടക്കുന്നത്? ഇതെല്ലാം കഴിഞ്ഞ് ഔട്ട്പുട്ട് സ്റ്റേജിനകത്ത് എന്താ നടക്കുന്നത്? ഇതാണ് നമ്മൾ അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, സോ ഓപ്പാമ്പിൻ്റെ നമ്മൾ പറഞ്ഞു 4 കാസ്കേഡഡ് ബ്ലോക്സ് ആണ് അതിൻ്റെ ഇൻറ്റേർണൽ ബ്ലോക്കിൽ വരുന്നത്. ദ ഫസ്റ്റ് ടു സ്റ്റേജസ്, അതായത് നമ്മുടെ ഇൻപുട്ട് സ്റ്റേജും ഇൻ്റർമീഡിയറ്റ് സ്റ്റേജും എന്ന് പറയുന്നത് ആർ കാസ്കേഡഡ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. കാസ്കേഡഡ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് യൂസ് ടു പ്രൊവൈഡ് ഹൈ ഗെയിൻ. എന്തിനാണ് അത് രണ്ടെണ്ണം നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്? ഹൈ ഗെയിൻ ആൻഡ് ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ്. നമ്മളുടെ ഓപ്പാമ്പിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതിനകത്ത് പറയുന്ന ഒന്നാണ് ഹൈ ഗെയിൻ ആയിരിക്കണം. ഓപ്പാമ്പിനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഹൈ ഗെയിനിലായിരിക്കണം. പിന്നെ ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസിലായിരിക്കണം. ഇനി അടുത്തത്, അതുകൊണ്ടാണ് നമ്മളുടെ ഇൻറ്റേർണൽ ബ്ലോക്കിനകത്ത് ഇനീഷ്യൽ സ്റ്റേജിൽ വരുന്ന രണ്ട് ബ്ലോക്കും കാസ്കേഡഡ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആയിട്ട് വരുന്നത്. സോ ദ തേർഡ് സ്റ്റേജ് ഈസ് എ ലെവൽ ഷിഫ്റ്റർ. ലെവൽ ഷിഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു ലെവലിനെ ഷിഫ്റ്റ് ചെയ്യുക. സോ ദറ്റ് ആക്ട്സ് ആസ് എ ബഫർ. ബഫർ എന്ന് പറഞ്ഞാൽ എന്താ? ബഫർ ഈസ് യൂഷ്വലി ആൻ എമിറ്റർ ഫോളോവർ. ഒരു എമിറ്റർ ഫോളോവർ ആണ് ബഫർ. whose input impedance is very high. ഇൻപുട്ട് ഇമ്പിഡൻസ് വളരെ കൂടുതലായിരിക്കും. ഇൻപുട്ട് ഇമ്പിഡൻസ് is very high for a level shifter. This is also designed for operational amplifier. Okay, എന്തിനാണ് ഇൻപുട്ട് ഇമ്പിഡൻസ് ഹൈ ആവുന്നത്? which prevents loading of high gain stage. നമ്മുടെ ഇൻപുട്ട് ഗെയിൻ ഹൈ ആണെന്ന് പറഞ്ഞു. അത് നമ്മളുടെ സിസ്റ്റത്തിനെ ലാഗ് ആക്കാതിരിക്കാനാണ് ലെവൽ ഷിഫ്റ്റർ കൊടുക്കുന്നത്. സോ ദ ലെവൽ ഷിഫ്റ്റർ അഡ്ജസ്റ്റ് എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ദ DC വോൾട്ടേജ് സോ ദാറ്റ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് 0 ഫോർ 0 ഇൻപുട്ട്. നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിനെ ഇൻപുട്ടിലെ പാരാമീറ്റേഴ്സ് വെച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ലെവൽ ഷിഫ്റ്റർ കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ കുട്ടികളെ? The output stage is designed to provide a low output impedance which is demanded by ideal op-amp characteristics. നമ്മളുടെ ഐഡിയൽ ഓപ്പാമ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചുകൊണ്ടാണ് ഓപ്പാമ്പിനെ ഡിസൈൻ ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ പറഞ്ഞായിരുന്നു. സോ ഔട്ട്പുട്ട് ഐഡിയൽ ഓപ്പാമ്പ് ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ചിട്ട് ഔട്ട്പുട്ടിൽ ലോ ഇമ്പിഡൻസ് ആണ് വരേണ്ടത്. സോ ടു മെയിൻറ്റെയിൻ ലോ ഇമ്പിഡൻസ് അറ്റ് ദ ഔട്ട്പുട്ട് സ്റ്റേജ് we have designed our block diagram in such a way that the output stage has to attain low impedance at the output. Okay, clear ആയോ? ഇനി ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രത്തിൻ്റെ സോ ദിസ് ഇസ് ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഓപ്പാം. ബ്ലോക്ക് ഡയഗ്രാം നമ്മൾ ഇന്നലെ ഒരു വീഡിയോ കണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ കണ്ടിരുന്നത് സെയിം വേ 2 ഇൻപുട്ട്സ് കൊടുക്കുന്നു. അതിൽ നിന്ന് നമ്മൾ ആദ്യം കൊടുത്തത് ഏതായിരുന്നു? ഇൻപുട്ട് സ്റ്റേജ് വിച്ച് ഇസ് ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്നാണ് നമ്മൾ എഴുതിയിരുന്നത്. സോ അതിനെ നമ്മൾ മിനിമൈസ് ചെയ്തിട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് എഴുതി. ആ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് സെക്കൻഡ് ബ്ലോക്കായിട്ട് നമ്മൾ കണ്ടത് ഏതായിരുന്നു? ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ്. ആ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അടുത്തതൊരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. എങ്ങനെയാണ്? ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഔട്ടിൽ നിന്നും രണ്ടെണ്ണം വരുന്നുണ്ട്. സോ if you are providing 2 inputs to a block which is an amplifier, that amplifier acts as differential amplifier. അപ്പോൾ രണ്ട് ഇൻപുട്ട് വരുന്ന
ആംപ്ലിഫയറിനെ നമുക്ക് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ സെക്കൻഡ് ബ്ലോക്ക് വിച്ച് ഈസ് യുവർ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് ബ്ലോക്ക് ഈസ് ഓൾസോ എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. Third stage, which is a level shifter, which acts as a buffer, which is here. And the fourth stage is output stage, which is an output driver, which reduces the impedance at the output. This is the block schematic of op-amp. ഇനി ഇതിൻ്റെ ഓരോ ബ്ലോക്കിനകത്തും എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് കാണാം. നമ്മൾ ഇന്ന് രാവിലെ കണ്ടായിരുന്നു, ഇന്നലെ രാവിലെ ക്ലാസ് എടുത്തപ്പോൾ കണ്ടായിരുന്നു പവർ സപ്ലൈ വോൾട്ടേജസ് ±15 വോൾട്ട് കൊടുക്കുന്നതിൻ്റെ കഥ കണ്ടായിരുന്നു അല്ലേ? അതിൻ്റെ ഒരു വീഡിയോ കണ്ടില്ലായിരുന്നോ? ആ വീഡിയോയിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ±15 വോൾട്ട് കൊടുത്താലേ നമ്മളുടെ ഈ ഓപ്പാമ്പ് വർക്ക് ചെയ്യുള്ളൂ എന്ന് നമ്മൾ കണ്ടായിരുന്നു അല്ലേ? അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇൻപുട്ട് ഇമ്പിഡൻസിനെ ഹൈ ആക്കാനും ഔട്ട്പുട്ട് ഇമ്പിഡൻസിനെ ലോ ആക്കാനും കൊടുക്കുന്ന ഡിസൈൻ ചെയ്തേക്കുന്ന പവർ സപ്ലൈ റിക്വയർമെൻ്റ് ആണ് ±15 വോൾട്ട്. ക്ലിയർ ആവുന്നുണ്ടോ? സോ മൂവിങ് ടു ദ ഫസ്റ്റ് ബ്ലോക്ക് ഓഫ് യുവർ ഓപ്പാമ്പ്, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. മനസ്സിലായോ? ഈ ബ്ലോക്കിൽ വരുന്ന ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കാണാം. നമ്മളിപ്പോൾ ഇത്രയും നാളായിട്ടും പഠിച്ചുകൊണ്ടിരുന്നത് ട്രാൻസിസ്റ്റർ, റെസിസ്റ്റർ, DC പവർ സപ്ലൈ, പിന്നെ കപ്പാസിറ്റർ, പിന്നെ ഫങ്ഷൻ ജനറേറ്റർ, ഇതെല്ലാമാണ് നിങ്ങൾ പഠിച്ചിരുന്നത്. ക്യൂസൻ പോയിൻ്റ് അല്ലേ? അതൊക്കെ നിങ്ങൾ കണ്ടിരുന്നു. ഇനി അതൊക്കെ വെച്ചുകൊണ്ട് നമ്മളുടെ സർക്യൂട്ടിനകത്തോട്ട് എങ്ങനെ കയറാം എന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ നമ്മൾ മെയിനായിട്ട് കൊടുത്തേക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് ടു പ്രൊവൈഡ് ഹൈ ഗെയിൻ. നമ്മളുടെ ഐഡിയൽ ഓപ്പാമ്പ് ക്യാരിയയിൽ പറഞ്ഞിട്ടുണ്ട് ഇൻപുട്ടിൽ ഹൈ ഗെയിൻ ആയിരിക്കണം ടു ദ ഡിഫറൻസ് മോഡ് സിഗ്നൽ. ഡിഫറൻസ് മോഡ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സിഗ്നൽ ഇൻപുട്ടിൽ കൊടുത്തിട്ടുണ്ട്, അതാണ് ഡിഫറൻസ് മോഡ് സിഗ്നൽ. ആൻഡ് ക്യാൻസൽ ദ കോമൺ മോഡ് സിഗ്നൽ. കോമൺ മോഡിൽ വരുന്ന സിഗ്നലിനെ ക്യാൻസൽ ചെയ്ത് ഡിഫറൻസ് മോഡ് സിഗ്നലിൻ്റെ ഗെയിനിനെ ഹൈ ആക്കുക. ദിസ് ഇസ് ദ പർപ്പസ് ഓഫ് യുവർ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. മനസ്സിലായോ? ദ റിലേറ്റീവ് സെൻസിറ്റിവിറ്റി ഓഫ് an op-amp to a different signal as compared to common mode signal is called common mode rejection ratio. കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ഒക്കെ നമ്മളുടെ ഓപ്പാമ്പിൻ്റെ പാരാമീറ്റേഴ്സിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. CMRR വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് ഈ CMRR. ഇത് ചോദിക്കുന്നതാണ് ഷുവറായിട്ടും CMRR ഓഫ് ഓപ്പാമ്പ്. ഓക്കെ, സോ CMRR ഓപ്പാമ്പിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കേണ്ടതാണ്. നമ്മളുടെ ഓപ്പാമ്പ് പാരാമീറ്റേഴ്സിനകത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. മനസ്സിലായോ? സോ ഈ ഓപ്പാമ്പിനെ നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത് ഓപ്പാമ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ഡിസൈൻ ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്താണ് നമ്മൾ ഈ ഓപ്പാമ്പിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, CMRRനെ നമ്മൾ കണ്ടു. ആൻഡ് ഗീവ്സ് ദ ഫിഗർ ഓഫ് മെറിറ്റ് ഓഫ് ദ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. നമ്മളുടെ ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ ഫിഗർ ഓഫ് മെറിറ്റിനെയും കൂടെ നമ്മൾ സെറ്റ് ചെയ്യണം. ദ ഹയർ ആൻഡ് ഗീവ്സ് ദ ഫിഗർ ഓഫ് മെറിറ്റ് അല്ല, ദ ഹയർ ദ വാല്യൂ ഓഫ് CMRR ദ ബെറ്റർ ഈസ് ദ ഒപ്പാമ്പ്. ഈ CMRR കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോയുടെ വാല്യൂ എത്രത്തോളം കൂടുന്നു അത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കും നിങ്ങളുടെ ഒപ്പാമ്പ് എന്നാണ് ഈ ഡിസൈനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായി? അനദർ റിക്വസിറ്റ് ഓഫ് എ ഗുഡ് ഒപ്പാമ്പ് ഈസ് ഇറ്റ് ഷുഡ് ഹാവ് ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ്. ഇൻപുട്ട് ഇമ്പിഡൻസ് ഹൈ ആയിരിക്കണം ഓപ്പാമ്പിൻ്റെ. ഇത് മനസ്സിൽ വെച്ചേക്കുക. നിങ്ങളുടെ സെം 8 കോഴ്സ് വൈവ വരെ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഒപ്പാമ്പ്. ഷുവറായിട്ടും ചോദിക്കും. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കുന്നതാണ്. ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കാൻ പറയും, എന്താണ് ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട്, അന്നേരമൊക്കെ നിങ്ങൾ നല്ല മനപ്പാഠമായിട്ട് പറയും കേട്ടോ. ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നതാണ്. നമ്മളുടെ സർക്യൂട്ടിനകത്തോട്ട് നമുക്ക് കിടക്കാം. So cascaded DC amplifier can provide high gain down to 0 frequency as it has no coupling capacitor. ഈ സർക്യൂട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾ പഠിച്ച 2 NPN ട്രാൻസിസ്റ്റർ ഉണ്ട്, RC ഉണ്ട്, പിന്നെ കോമൺ എമിറ്റർ മോഡാണ്. നിങ്ങൾക്ക് അതൊക്കെ കാണുമ്പോൾ അറിയാം. 2 ഇൻപുട്ട്സ് നമ്മൾ V1 V2 കൊടുത്തിട്ടുണ്ട് ടു ദ ബേസ് ഓഫ് 2 ട്രാൻസിസ്റ്റേഴ്സ് B1 ആൻഡ് B2. VCC എന്ന DC ബയാസിങ് കൊടുത്തിട്ടുണ്ട്, -VE കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഈ സർക്യൂട്ടിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് ±15 വോൾട്ടാണ് കൊടുക്കേണ്ടത്. ഇനി ഈ ട്രാൻസിസ്റ്ററിനെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഈ ആംപ്ലിഫയറിൻ്റെ സ്റ്റേജിലോട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി ഹാവ് സീൻ വാട്ട് ഈസ് ആൻ ഓപ്പറേറ്റിംഗ് പോയിൻ്റ്. ആ ഓപ്പറേറ്റിംഗ് പോയിൻറ്റിൻ്റെ
കറക്റ്റ് ലൊക്കേഷൻ എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്കറിയാം. ICBO എന്താണെന്നറിയാം, VBE എന്താണെന്നറിയാം, HFE എന്താണെന്നറിയാം. ഈ പാരാമീറ്റേഴ്സ് പഠിച്ച എല്ലാ പാരാമീറ്റേഴ്സും വെച്ച് നമ്മളുടെ ഈ ട്രാൻസിസ്റ്ററിനെ ഒരു പെർഫെക്റ്റ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കും. വിത്ത് the satisfied conditions is to be satisfied. Okay, such an amplifier suffers a major problem of drift in operating point. അപ്പം ഓപ്പറേറ്റിംഗ് പോയിന്റിനെ ഡ്രിഫ്റ്റ് ചെയ്യാൻ നോക്കണം. ആൻഡ് ഡ്യൂ ടു ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി ഓഫ് ICBO, VBE and HFE of a transistor. This problem can be eliminated by using balanced or differential amplifier circuit. അപ്പോൾ ഇതെല്ലാം ഓവർകം ചെയ്തിട്ടാണ് we have stabilized a circuit which is shown here, the basic differential amplifier. Okay, ക്ലിയർ ആവുന്നുണ്ടോ? സോ നമ്മൾ കണ്ട സർക്യൂട്ടിൻ്റെ പ്രത്യേകത വേറെയും ഉണ്ട്. ഇറ്റ് ഹാസ് ലോ ഡ്രിഫ്റ്റ് ഓൺ സിമെട്രിക്കൽ കൺസ്ട്രക്ഷൻ. ലോ ഡ്രിഫ്റ്റ് ആയിരിക്കണം. ആൻഡ് ഡിസൈൻ ടു ഗീവ് ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആയിരിക്കണം. പിന്നെ ഇറ്റ് ഹാസ് 2 ഇൻപുട്ട് ടെർമിനൽസ്. 2 ഇൻപുട്ട് ടെർമിനൽസ് ഉണ്ട്. മേ ബി സീൻ ദാറ്റ് ദ ടെർമിനൽ D2 ഒരു ടെർമിനലിനെ നമുക്ക് ഇൻവെർട്ടിംഗ് ടെർമിനലായിട്ടും ദ അതർ വൺ ഇസ് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ. ഇൻവെർട്ടിംഗ് ടെർമിനലും നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലും തമ്മിൽ ഫേസ് ഷിഫ്റ്റ് ഉണ്ടായിരിക്കണം. ഫേസ് ഷിഫ്റ്റ് ഓഫ് 180 degree ഫോർ ദ ഔട്ട്പുട്ട് ടേക്കൺ അറ്റ് ദ കളക്ടർ. രണ്ടും ഡിസൈൻ ചെയ്തേക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. ഒബ്വിയസ്ലി അപ്പം നമ്മൾ അത് ഏതാണ് എടുത്തേക്കുന്നതെന്നുള്ളത് നമുക്ക് കാണാം. 2 ഇൻപുട്ട് ഉണ്ട്, B1 ഉം B2 ഉം. സോ B1 is നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ. നോൺ ഇൻവെർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ B1 ആണെങ്കിൽ B2 will be inverting terminal which is 180 degree out of phase with the B1. So a differential amplifier is well suited to obtain the ideal characteristics of op-amp. ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ മുമ്പേ കണ്ട സർക്യൂട്ടിനെ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഓഫ് ടൈപ്പ് which has seen can be used for 4 different configurations. നമ്മൾ മുമ്പേ കണ്ട സർക്യൂട്ടിനെ 4 ഡിഫറെൻറ്റ് കോൺഫിഗറേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാം. ഡിഫറൻഷ്യൽ ഇൻപുട്ട്, ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട് ഓർ ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട്. ഇതാണ് നമ്മളുടെ ഇൻപുട്ട് സ്റ്റേജിൽ വരുന്നത്. പിന്നെ ഡ്യുവൽ ഇൻപുട്ട് സിംഗിൾ എൻഡഡ് ഔട്ട്പുട്ട്, ഇത് നമ്മൾ കണ്ടിട്ടില്ല. സിംഗിൾ എൻഡഡ് ഔട്ട്പുട്ട് ഇതിന് നമുക്ക് കാണാൻ പോകുന്നേ ഉള്ളൂ. സിംഗിൾ ഇൻപുട്ട് ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട്, സിംഗിൾ ഇൻപുട്ട് സിംഗിൾ എൻഡഡ് ഔട്ട്പുട്ട്. ഇതെല്ലാം നമ്മളുടെ പ്രീവിയസ്ലി കണ്ട സർക്യൂട്ടിൽ നിന്ന് നമുക്ക് 4 കോൺഫിഗറേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഇനി ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. ഈ വർക്കിംഗ് ആണ് ഈ എഴുതിയേക്കുന്നത്. നമ്മളുടെ